തൃശൂർ മടവാക്കരയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുഴയിൽ വീണു. ചാവക്കാട് സ്വദേശി സിനാൻ സഞ്ചരിച്ചിരുന്ന കാർ മണലിപ്പുഴയിൽ ഇന്ന് പുലർച്ചെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പതിച്ചത്. വെള്ളത്തിൽ വീണ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സിനാൻ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഒഴുക്കിൽപ്പെട്ട കാർ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ഇത് മടവാക്കരയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ വഴി എന്ന് പറയുന്നത് ഈ പാലിയേക്കര ടോൾ ബൂത്ത് ഒഴിവാക്കിക്കൊണ്ട് ഈ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതിലൂടെ ഈ കാറ് നേരെ ഇന്ന് പുലർച്ചെയാണ്, വെളിച്ചം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ ഇത് ഒരു വളവാണ്. ആ വളവ് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ കാറ് പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നേരെ വന്ന കാറ് ഈ ഭാഗത്തേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഈ രാത്രിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പുഴയിലേക്ക് കാറ് പോയി. ആ പോയ സമയത്ത് തന്നെ ഇതിൽ വാഹനം ഓടിച്ചിരുന്ന സിനാനാണ്, ചാവക്കാട് സ്വദേശിയാണ്. സിനാൻ നേരെ ഈ കാറിൻ്റെ ഡോർ തുറക്കാനായി ആദ്യം ശ്രമിച്ചു, പക്ഷേ ഡോർ തുറക്കാനായി കഴിഞ്ഞില്ല. അതിനുശേഷം വിൻഡോയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നല്ല ഒഴുക്കാണ്, കാർ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല. ഈ ഭാഗത്ത് കാർ ആദ്യം പതിച്ചതിന് ശേഷം പിന്നീട് കാർ ഒഴുകി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടിയുടെ കൺട്രോൾ ആദ്യം നഷ്ടപ്പെട്ട്, അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടിയായ കാരണം ട്രാക്ഷൻ പോയിട്ട് വണ്ടി ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ആഴത്തിലോട്ടായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിൻ്റെ ശേഷം എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് അതിൻ്റെ ശേഷം പിന്നെ വണ്ടി അങ്ങോട്ട് ഒഴുകി. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് പിന്നെ വണ്ടി ഇവിടുന്ന് നേരെ പോകണുണ്ട്. ഈ ഡോറ് തുറക്കാൻ പറ്റിയില്ല സമയം. ഡോർ ആ സമയത്ത് ലോക്കായി പോയി, ഭയങ്കര ബ്ലാങ്ക് ആയി പോയി നമ്മുടെ വിഷയം മൊത്തം. വിൻഡോ തുറന്നിട്ടിരിക്കുകയാണ്. വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേന്ന് തന്നെയായിരുന്നു. അങ്ങനെ എന്താ പറയുക, അവിടെ എത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാൻ പറ്റി. പിന്നെ ഇവിടെ ഒരു ഇതൊന്നുമില്ല, റിഫ്ലക്ടറോ അല്ലെങ്കിൽ ഒരു ടേണിംഗ് അല്ലേ, എന്തെങ്കിലും ഒരു ബാരിക്കേഡ് എന്തെങ്കിലും വെക്കണമായിരുന്നു. അതെ, അതൊന്നുമില്ല, ഒരു വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം, അതായത് ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ സ്കൂബ സംഘം എത്തിയതിന് ശേഷമായിരിക്കും പുഴയിൽ ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ നടത്തുക. ഇന്നലത്തേക്കാളും വെള്ളത്തിന് ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന സിനാനിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപായമൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ്.